എനിക്ക് ടൂർ പോകാനും ഡ്രസ്സ് വെക്കാനൊന്നും ആരുമില്ല. ഞാൻ എത്തിയും കുട്ടിയല്ലേ. എടാ പെരുന്നാക്കേ നിന്റെ ഈ സൈക്കിൾ മാറ്റിട്ട് പുതിയ സൈക്കിൾ വാങ്ങിത്തരാണ്. എനിക്ക് പെരുന്നാളായിട്ട് 3 കൂട്ടം ഡ്രസ്സ് എടുത്തുക്കണം. നിങ്ങൾക്കൊക്കെ അതല്ലേ എന്റെ പറ്റി പെരുന്നാളായിട്ട് പല സ്ഥലത്തേക്കാണ് ടൂർ കൊണ്ടുപോണേ. എടാ അമ്മനെ നീ എന്താ മുണ്ടാതിരിക്കണേ? അനക്ക് എന്റെ ഇപ്പൊ പെരുന്നാക്കൊന്നും നിർത്തുന്നില്ല. നിന്റെ ഉമ്മ എനിക്ക് ഷർട്ട് തയ്ച്ചു, അതിട്ട് ഞാൻ നാളെ പള്ളിയിൽ പോകും. പെരുന്നാൾക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ എനിക്ക് ഉപ്പല്ലല്ലോ. പാവട്ടോ എനിക്ക് ടൂർ ഉണ്ടാവണമെന്ന് ഉപ്പല്ലല്ലോ. അയ്യോ പാവം പാവം ടൂർ ഉണ്ടാവുന്ന ആരല്ല നോക്കുന്ന ആളല്ലല്ലേ. കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ ട്ടോ. ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. എന്താവശ്യമുണ്ടല്ലേ എന്നെ വിളിച്ചാ മതി കേട്ടാ. ആയിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഓക്കെ. എന്താ മോനെ കരഞ്ഞു പോണ്? എത്ര പറ്റിയത് നിനക്ക്? പെരുന്നാ തലേന്നൊക്കെ ആയിട്ട് കരയാ? ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഞാൻ മോനൂസ് തമാശ കളിയാക്കിയാ. എന്തിനാ പോലെന്നെ കളിയാക്കണത്? എനിക്ക് ടൂർ പോകാനും ഡ്രസ്സ് വെക്കാനൊന്നും ആരുമില്ല. ഞാൻ എത്തിയും കുട്ടിയല്ലേ. എന്തിനാ ഓലിങ്ങനെ കളിയാക്കണത്? ഓല് കളിയാക്കണേന് ആജിയൊരു കുട്ടി എന്തിനാ കരയുന്നത്? ഓല് കുട്ടികളല്ലേ, ഓൽക്ക് അന്തല്ലായിട്ടാണ് കരണ്ടട്ടാ. ആജിയൊരു കുട്ടി കരയണ്ട. നമ്മളെ മുത്തുനബി എത്തിമല്ലായിരുന്നു. വാപ്പല്ലാത്ത സങ്കടം നല്ലോണം അറിഞ്ഞതാണ് മുത്തുനബി. ഈ മക്കളെ കളിയാക്കുന്നത് പടച്ചോന് ഇഷ്ടല്ല. അങ്ങനെ ഓല് കളിയാക്കിക്കണില്ലേ, അതിന്റെ കുറ്റം ഓർക്കാണ്. എന്റെ കുട്ടിക്ക് ടൂറ് പോകാനും ഡ്രസ് എടുക്കാനുള്ള പൈസ ആജിയര് തരും. ഈ പൈസ അമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടേ കുട്ടിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരാൻ പറയും. പിന്നെ നാളെ പള്ളി കഴിഞ്ഞിട്ട് ആജിയുടെ അടുത്തേക്ക് പോവാ. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ടൂർ പോവാം. ആജിയുടെ കാറിൽ ഞാൻ കൊണ്ടുപോകാം കേട്ടാ. ആജിയുടെ കൂട്ടി പെരേക്ക് പോയിക്കോളി. ഒരു കുട്ടി ഇപ്പൊ ഇവിടുന്ന് പോയി. ഓന് വാപ്പല്ലാന്ന് പറഞ്ഞപ്പോളേ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്ത് പോയി. ഞാനൊരു എത്തിയമല്ലേ. എന്താ ആചാര്യ നിങ്ങൾ ഈ ചെറിയ കുട്ടികളെ പോലെ കാര്യങ്ങൾ? നിങ്ങൾ ഒരു കോടീശ്വരനല്ലേ? ആർക്കാ സ്വത്തും മുതലൊക്കെ വേണ്ട ഉസ്താദ്? ആ കുട്ടിന്റെ പോലെ ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഇതുപോലൊരു പെരുന്നാത്തലേന്ന് കീറിപ്പറഞ്ഞ കുപ്പായമായി പള്ളിന്റെ മുറ്റത്ത് പകച്ചു നിന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് ആ പെരുന്നാ കുപ്പായത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഇന്നെന്റെ അടുത്ത് കോടികളുണ്ട് ഉസ്താദെ. ആ കുട്ടിന്റെ ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കും. ശരി ആചാര്യ, എത്തി മക്കളെ സ്നേഹത്തോടെ തലോടിയാൽ പോലും പടച്ചോനെ അവരെ പുറണ്ടാവും. ശരി ആചാര്യ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ നിനക്ക് ഒരു മിനിറ്റ്. എന്താ ആചാര്യ? വേണ്ടിയിരുന്നില്ല. വെക്കേ, നമുക്ക് വേണ്ടി ദുആ ചെയ്യ് കേട്ടോ. ശരി, ഉസ്താദേ ബലിപെരുന്നാൾ ആശംസകൾ. ബലിപെരുന്നാൾ ആശംസകൾ. ഏവർക്കും 2 ഫോക്സ് മീഡിയയുടെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ.